കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടുള്ള ഒരു വിഭവമാണ് ബിരിയാണി, പ്രത്യേകിച്ച് ചിക്കൻ ബിരിയാണി. ബിരിയാണി മസാല ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ടും ഈസിയായിട്ടും ചെയ്യുന്നൊരു ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്കായിട്ട് തന്നേക്കാം. അപ്പോൾ സമാധാനമായിട്ട് വീഡിയോ ഇരുന്ന് കണ്ടാൽ മതി. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണിത്. ഞാൻ ഷാൻ ബിരിയാണി മസാലയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ മാത്രം ഇട്ടാൽ മതി. അതുപോലെ തന്നെ ബിരിയാണി മസാല യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് വളരെ ശ്രദ്ധിച്ച് വേണം ചേർക്കാൻ. മഞ്ഞൾ, അല്പം മാത്രം തൈര്. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിക്കൻ ഒന്ന് ടെൻഡറൈസ് ചെയ്യാനായിട്ടാണ്. ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം മതി. അതുപോലെ തന്നെ വലിയ ചിക്കൻ പീസാണ് എങ്കിൽ ഒരു ഷാലോ കട്ടോ അല്ലെങ്കിൽ ഡീപ്പ് കട്ടോ അതിനകത്ത് ഇട്ടാലും നല്ലതാണ്. അപ്പോൾ ഇതൊരു 2 മണിക്കൂറെങ്കിലും ഒന്ന് വെച്ചേക്കണം. ഒരു അല്പം ഉപ്പും കൂടെ ചേർക്കണം. അതുകൊണ്ട് ഉപ്പും കൂടെ ചേർത്ത് അടച്ചു വയ്ക്കാം. പാൻ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ അല്പം നെയ്യും കൂടെ ചേർക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ടെങ്കിൽ നമുക്ക് വറുക്കാനുള്ള ഉള്ളി അത് കട്ടി കുറഞ്ഞരിഞ്ഞ് അതൊന്ന് ഇതൾ വിടർത്തി ഇടണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതങ്ങ് മൂത്ത് കിട്ടും. നല്ല തീയിൽ വെച്ച് പെട്ടെന്ന് വറുത്തെടുത്താൽ മതി. പക്ഷേ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതിപ്പം ബ്രൗൺ കളറായിട്ടുണ്ട്, ഇത്രയും മതി. അപ്പം ഞാനത് തീ ഓഫ് ചെയ്തു. ഇനി നമുക്കിതങ്ങ് മാറ്റി വയ്ക്കാം. ഇച്ചിരി ഒന്ന് നിരത്തി ഇടണം, ക്രിസ്പി ആയിട്ട് തന്നെ ഇരുന്നോളൂ. കാഷ്യൂനട്ടും കൂടി ഇടാം. ചെറിയ തീയിലിട്ട് ഒരു ചെറിയ പിങ്ക് കളറൊന്നായാൽ മതി. ഇതിപ്പം കളർ മാറി ലൈറ്റ് പിങ്ക് കളറായിട്ടുണ്ട്. ഇത്രയും മാത്രം മതി. ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ വെക്കാനായിട്ടുള്ള മസാല തയ്യാറാക്കാം. കട്ടി കുറഞ്ഞ് അരിഞ്ഞ സവാള നന്നായിട്ട് വഴലണം. ഉള്ളി വഴലുന്ന സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇച്ചിരി ചേർക്കേണ്ടതായിട്ട് വരും. അന്നേരം നമുക്ക് ഇതൊന്ന് റിൻസ് ചെയ്ത് നമുക്ക് ചേർക്കുകയും ചെയ്യാം. ഉള്ളി ഇപ്പം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി തക്കാളി ഇടാം. തക്കാളിയും നന്നായിട്ട് വഴലണം. തക്കാളിയിലെ വെള്ളം പറ്റണം. ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ബിരിയാണി മസാലയുടെ ഉപ്പിൻ്റെ അനുസരിച്ച് ചേർക്കാവും. തക്കാളി ആദ്യം വേകാനായിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. വെന്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വഴന്ന് കിട്ടും നമുക്ക്. ഇപ്പം എണ്ണ തെളിയുന്നത് നമുക്ക് കാണാമല്ലോ. അപ്പോൾ ഇത് ടൊമാറ്റോ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. എണ്ണ തെളിയാൻ തുടങ്ങി. നമ്മൾ അരച്ച് വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതിനകത്തേക്ക് ഇടാം. അതിലേക്ക് ബിരിയാണി മസാല ഇട്ടു. ഇത് നമുക്കൊന്ന് ഇളക്കി ചേർക്കാം. നമ്മൾ മസാല ശ്രദ്ധിച്ചിടണം. ആദ്യമേ എല്ലാം കൂടി ഇടാതെ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമനുസരിച്ച് ഇട്ടാൽ മതി. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയാൽ മാത്രം മതി. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം നല്ലപോലെ. അതിലേക്ക് പുതിനയില, അതിൻ്റെ ഇരട്ടി മല്ലിയില. മസാല ചട്ടിയുടെ അടിയിൽ പിടിക്കാതെ ചേർത്ത് ഇളക്കണം. ചേർത്തടച്ച് ആ ചിക്കൻ ഒന്ന് നന്നായിട്ട് വേകണം. അപ്പം നമ്മൾ ആവി പോകാതെ അടച്ച് വെച്ച് ആ ചിക്കനകത്ത് വെള്ളം മുഴുവൻ പുറത്തിറങ്ങി. ഇതിലേക്ക് നമുക്ക് ഉടച്ച തൈര് ചേർത്തു. പിന്നെ നമ്മൾ ആ മിക്സിയുടെ ജാറ് ചേർത്ത് 1 കപ്പ് വെള്ളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കണം. അടച്ച് വയ്ക്കാം. ഇനി അല്പം ആവി പോകുന്ന പോലത്തെ അടപ്പ് വെക്കാം, കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇങ്ങനെ തിളയ്ക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് ഈ അരപ്പിനി കുറച്ചൊന്ന് തിക്കായി കിട്ടിയാൽ മതി. എന്നിട്ട് ഇത് വീണ്ടും അടച്ച് വെക്കാം. ആവി കുറച്ച് പോകുന്ന പോലെ അടച്ച് വെച്ചാൽ മതി. അപ്പം ഗ്രേവി തിക്കാവും. ഇതിപ്പോൾ ചാറ് തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വയ്ക്കണം. അരി ഞാൻ ഒരു അരമണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ വെള്ളം പോകാനായിട്ട് വെച്ചിരിക്കുകയാണ്. നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട്. 2 or 3 ചെറിയൊരു ഫ്ലേവർ വരാനായിട്ട്. അതുപോലെ തന്നെ അതിലേക്ക് അല്പം ഉപ്പും കൂടി ഇടണം. സോക്ക് ചെയ്തതിന് ശേഷം തോർത്തി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അരി ഇടുന്ന ഉടൻ തന്നെ അതൊന്ന് ഇളക്കി കൊടുക്കണം. അതായത് കട്ട പിടിച്ച് പോകാതിരിക്കാൻ. ഇപ്പം നമുക്ക് ഈ ചോറ് ഇപ്പോൾ 3/4 വെന്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഓഫ് ചെയ്തിട്ട് ഇത് സ്ട്രെയിനറിൽ വെക്കാൻ പോവാണ്. ഒരുപാട് വെന്ത് പോകാൻ പാടില്ല. ഇനി നമുക്ക് പകുതി ചോറ് ഇതിനകത്തേക്ക് അങ്ങിടാം. ആകെ 3 ലെയറേ ഉള്ളൂ. ഒന്ന് ചോറ്, പിന്നെ ചിക്കൻ, വീണ്ടും ചോറ്. നമുക്ക് അടുത്ത ലെയറായിട്ട് ഈ ചിക്കൻ കറി അങ്ങിടാം. അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള റൈസ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് നേരത്തെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മുമ്പേ നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയില്ലേ അത് ഇടാം. പറങ്ങണ്ടി, ഒരു 5-6 പുതിനയിലയും മല്ലിയിലയും. പക്ഷേ ഇനി ഇത് ചേർത്തടയ്ക്കുമ്പം അതിൻ്റെ സ്മെല്ല് അതിനകത്ത് ഇരുന്നോളും നന്നായിട്ട്. എന്തെങ്കിലും ഒരു കട്ടിയുള്ള സാധനം ഒന്ന് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ആവി പോകത്തില്ല.
ഇനി ഇത് തീ വെക്കണം എന്നില്ല, ഇങ്ങനെ തന്നെ ഒരു 5 തൊട്ട് 7 മിനിറ്റ് വരെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ സെർവ് ചെയ്യാൻ നേരം ഇങ്ങനെ ലെയറായിട്ട് ഇത് കട്ട് ചെയ്ത് ഇതിൻ്റെ ഗ്രേവിയും റൈസും എല്ലാം കൂടെ ആവശ്യമുള്ളതുപോലെ നല്ല ഈവനായിട്ട് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗാർണിഷ് ചെയ്യാനായിട്ട് ഈ അണിയൻസും കാഷ്യൂ നട്ട്സും ഉണ്ടല്ലോ, അതിട്ട് നമുക്കിങ്ങനെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ ബിരിയാണി അങ്ങ് കൊടുത്താൽ മതി. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കമൻസും ഫീഡ്ബാക്കും ഒക്കെ കമൻസ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.